അൺനോൺ നമ്പറോ? നിങ്ങൾക്കും അങ്ങനെ ഒരു കോൾ വന്നായിരുന്നോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? രുദ്രേട്ടനും കോൾ വന്നോ? രുദ്രണ്ണന് വന്ന കോൾ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ കാര്യം പറ. ഏതവനാ നിങ്ങളെ വിളിച്ചത്? വിളിച്ചത് ആണാണോ പെണ്ണാണോ? കോള് വന്നത് അലീനയ്ക്ക. സംസാരിച്ചയാള് ഒരു പുരുഷനും. വിളിച്ചയാളുടെ ശബ്ദം വേറെ എവിടെയും കേട്ടതായിട്ട് പരിചയം തോന്നിയില്ല. വന്ന നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റില്ലേ? ആ കോളിന്റെ നമ്പർ കണ്ടെത്താൻ കുറെ പരിശ്രമിച്ചു, പക്ഷെ നടന്നില്ല. സെയിം അണ്ണന് വന്ന അതേ കോള് പോലെയാണല്ലോ ഇവർക്ക് വന്നിരിക്കുന്നത്. രണ്ടും ഒരാൾ തന്നെ അവനാണ് സാധ്യത. എന്താ ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഞങ്ങള് നിങ്ങൾക്ക് വന്ന അൺനോൺ നമ്പറിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. അക്കാര്യത്തിൽ ഡിസ്കസ് ചെയ്ത് വെറുതെ സമയം കളയണ്ട ചേട്ടാ. ആ നമ്പർ കണ്ടെത്താൻ കഴിയില്ല. ഏതോ പുതിയ ആപ്പ് ഉപയോഗിച്ച് ആരോ ഞങ്ങളെ വിളിച്ചതാ. വിളിച്ച ആള് നിങ്ങളടുത്ത് എന്താ പറഞ്ഞ? ഞങ്ങളുടെ പുതിയ നീക്കങ്ങൾ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇരകളാകും. അതാ വിളിച്ചയാള് പറഞ്ഞത്. അല്ല, എന്താണ് നിങ്ങളുടെ പുതിയ നീക്കം? അത് ആർക്കെതിരെ? ഞങ്ങളുടെ എതിരാളികൾ ആരാണെന്ന് ചേട്ടന് അറിയാലോ, 5 സുന്ദരികൾ. അവർക്കെതിരെ പുതിയ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോഴാ ഈ വിളി വന്നത്. അപ്പൊ സംശയിക്കാൻ എന്തിരിക്കുന്നു? ഈ കോളിന് പിന്നിൽ 5 സുന്ദരികൾ തന്നെയാ. അണ്ണാ, നിങ്ങൾക്ക് വന്നത് ഇതുപോലൊരു കോളല്ലേ? രുദ്രേട്ടന് വന്നതും ഇങ്ങനൊരു കോളാണോ? എനിക്കൊരു കോള് വന്നു. ഈ കോള് ചെയ്തവൻ എന്റെ മുന്നിൽ വരാൻ ധൈര്യം ഇല്ല. വന്ന് പെട്ടാ അവനറിയാം ഞാൻ അവനെ തീർത്തളയെന്നൊക്കെ. ഇയാളെ ഒത്തിരി നാളായി ആരെയൊക്കെയോ തീർക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ആരും തീർന്നതായി നമ്മള് കേട്ടില്ല. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ചേട്ടാ, ഞങ്ങൾക്ക് ഈ കോളിന്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങളുടെയും നിങ്ങളുടെയും പ്ലാനുകൾ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരേ ഒരു ടീമേ ഇവിടെ ഉള്ളൂ. അത് 5 സുന്ദരികളാ. അവരുടെ കള്ളക്കളികളാണ് ഈ അൺനോൺ നമ്പർ എന്നറിയാൻ തല പുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇനിയും നിങ്ങൾ 5 സുന്ദരികളെ വെറുതെ വിടരുത്. അതിനവരെ ഒരുമിച്ചൊന്ന് കൈ കിട്ടണ്ടേ? എവിടെ കണ്ടാലും വഴുതി പൊക്കോണ്ടിരിക്കുകയല്ലേ. അവരുടെ വണ്ടിക്ക് എന്തോ മാന്ത്രിക ശക്തിയുണ്ട്. ഒന്ന് പോ ചേട്ടാ, ഇങ്ങനെ തരം താഴരുത്. 5 സുന്ദരികളെ 1 by 1 ആയി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അവരെ ഒരുമിച്ച് കൈ കിട്ടിയാ നിങ്ങൾ അവരെ വേണ്ട പോലെ കൈകാര്യം ചെയ്യോ?